ഭരിക്കുകയാണ് ഈ നഗരസഭ. പക്ഷേ കേരളത്തിൽ ആകെപ്പാടെ നിങ്ങൾക്ക് ഈ ഒരു നഗരസഭയേ ഉള്ളൂ. തിരുവനന്തപുരം കഴിഞ്ഞാൽ തിരുവനന്തപുരത്തില്ല കുറച്ച് ശക്തമുണ്ട്. ശരി, പന്തളമുണ്ട്. ശരി, എങ്കിൽ പോലും മാതൃകയാക്കേണ്ടിയിരുന്ന ഈ നഗരസഭയിൽ ഇദ്ദേഹം പറഞ്ഞ ശരിയാണ്, റോഡൊക്കെ മോശമായി കിടക്കുകയാണ്, സ്റ്റേഡിയം പ്രശ്നമാണ്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ? അതൊക്കെ നാട്ടുകാർ കാണില്ലേ? ഈ പാലക്കാടിന്റെ ചരിത്രത്തിൽ എന്തെങ്കിലുമൊക്കെ വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് BJP ഭരിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒന്ന്, ആദ്യം O രാജഗോപാൽ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഈ പാലക്കാടിന്റെ മുഖച്ഛായ മാറ്റുന്ന രീതിയിൽ 3 മേൽപ്പാലങ്ങൾ അനുവദിച്ചു. മറ്റൊന്ന്, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ BJP പാലക്കാട് ഭരിക്കുമ്പോൾ ഒന്നാം അമൃത് പദ്ധതി 220 കോടി രൂപയാണ് അനുവദിച്ചത്. 110 കോടി രൂപ ഈ പാലക്കാട്ടെ കുടിവെള്ള പദ്ധതികൾക്ക് വേണ്ടി 450 ദശലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, 3 വാട്ടർ ടാങ്കുകൾ, 150 കിലോമീറ്ററോളം വരുന്ന പൈപ്പ് ലൈനുകൾ നവീകരിച്ചു. ഈ പറയുന്ന ഇവരുന്നയിച്ച ആരോപണങ്ങൾ നഗരസഭയിലെ പ്രതിപക്ഷത്തിനില്ല. ഉണ്ടെങ്കിൽ അവര് അന്വേഷണം ആവശ്യപ്പെടുമല്ലോ. വിജിലൻസ് ഉണ്ടല്ലോ ഇവിടെ. അഴിമതിക്കെതിരെ പരാതിപ്പെടാം. ഇതുവരെ ഒരു പരാതിയും ഉണ്ടായിട്ടില്ല. ഒരു പരാതിയും ഇല്ലാതെയാണ് ഈ നഗരസഭ അമൃത പദ്ധതി നടപ്പിലാക്കിയത്. നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ മൈതാനം, ഈ കോട്ട മൈതാനം സൗന്ദര്യവൽക്കരിച്ചത് അമൃത പദ്ധതിയിലാണ്. ഈ പാലക്കാട് നഗരത്തിലെ 22 പാർക്കുകൾ നവീകരിച്ചത് അമൃത പദ്ധതിയിലൂടെയാണ്. ഈ പാലക്കാട് നഗരത്തിലെ 150 കിലോമീറ്ററിലധികം വരുന്ന ഡ്രൈനേജ് സംവിധാനം നവീകരിച്ചത് അമൃത പദ്ധതി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ 2018 മുതൽ തുടർച്ചയായി വെള്ളപ്പൊക്കം വരുന്ന നിരവധി പ്രദേശങ്ങളുണ്ട് നഗരസഭാ പ്രദേശത്ത്. ആ പ്രദേശങ്ങളിൽ BJPയുടെ ഭരണസമിതി 60 കോടി രൂപയുടെ തോട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി. ഈ കാലയളവിൽ ഈ ഇവിടുത്തെ MLA ആയിരുന്ന ഷാഫി പറമ്പിൽ ഈ തോടിന് വേണ്ടി 5 നയ പൈസ നീക്കി വെച്ചിട്ടുണ്ടോ? രാഷ്ട്രീയ വിഷയത്തിലേക്ക് വന്നാൽ, പ്രാദേശിക വിഷയങ്ങൾ വിട്ട് രാഷ്ട്രീയ വിഷയത്തിലേക്ക് വന്നാൽ ഇത് പാലക്കാട്ടെ ഡീൽ ജനങ്ങളുമായിട്ടാണ്. സനീഷ്, ഈ മദനിക്ക് വേണ്ടി ഐക്യകണ്ഠേന പ്രമേയം പാസാക്കുന്ന, പോപ്പുലേഷൻ രജിസ്റ്ററിനെതിരെ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കുന്ന, വഖഫ് ഭേദഗതിക്കെതിരെ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കുന്ന ഈ മുന്നണികളുമായിട്ട് BJP ഡീല് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾ വിശ്വസിക്കില്ല.